ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു സെഷനിൽ ക്ലാസ്സും ഒബ്ജക്റ്റും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സിൻടാക്സ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വേ ടു ബൈൻഡ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യണം. ഇപ്പോൾ ക്ലാസ് കീവേഡ്, ദെൻ ക്ലാസ് നെയിം, കേർലി ബ്രേസസിനുള്ളിലായിട്ട് ഡേറ്റ മെമ്പേഴ്സ് അല്ലെങ്കിൽ മെമ്പർ ഫങ്ഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത് വേരിയബിൾസ് ആണ്. ആ ക്ലാസ്സിനകത്ത് വരുന്ന ഫങ്ഷൻസിനെയാണ് മെമ്പർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഇത്തരം ഡേറ്റ മെമ്പേഴ്സ് അല്ലെങ്കിൽ മെമ്പർ ഫങ്ഷൻസ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വിസിബിലിറ്റി ലേബിൾ കൊടുക്കണം. വിസിബിലിറ്റി ലേബിൾ എന്ന് പറയുന്നത് പബ്ലിക് ആവാം, പ്രൈവറ്റ് ആകാം, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആവാം. അത് എന്താണെന്നുള്ളത് നമുക്ക് പറയാം. ഫസ്റ്റ് ആ ഒരു ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഞാൻ അവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലാസ് കീവേഡ്, ഇവിടെ ക്ലാസ് നെയിം എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ഒരു വേരിയബിൾ കൊടുക്കുന്നത് പോലെ, വേരിയബിൾ നെയിം കൊടുക്കുന്ന പോലെ ക്ലാസ് നെയിം നമുക്ക് കൊടുക്കാം. ഇവിടെ സ്റ്റുഡൻ്റ് എന്നാണ് ക്ലാസ് നെയിം. കേർലി ബ്രേസസിനുള്ളിലായിട്ട് വിസിബിലിറ്റി ലേബിൾ എന്ന് പറയുന്ന പബ്ലിക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്താണ് പബ്ലിക്, എന്താണ് പ്രൈവറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ പബ്ലിക് കൊടുക്കുന്നു, ദെൻ കോളൻ. ഇവിടെ ഡേറ്റ മെമ്പേഴ്സ്, 2 ഡേറ്റ മെമ്പേഴ്സാണുള്ളത്. ഇൻറ്റീജർ ടൈപ്പ് ID, ദെൻ അനദർ വൺ ഈസ് നെയിം. നെയിം എന്ന് പറയുന്ന വേരിയബിൾ, ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതാണ് സ്ട്രിങ്. ഇപ്പം നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ ഒരു സ്ട്രിങ് സേവ് ചെയ്യാം. ദെൻ ഒരു ഫംഗ്ഷൻ അവിടെ വരുന്നുണ്ട്, ദാറ്റ് ഇസ് മെമ്പർ ഫംഗ്ഷൻ. ഡേറ്റ എൻട്രി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇതാണ്. എൻ്റർ നെയിം എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. ദെൻ കീബോർഡ് വഴി നെയിം അക്സെപ്റ്റ് ചെയ്ത് നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ സേവ് ചെയ്യുകയാണ്. ദെൻ റോൾ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കുകയാണ്. ദെൻ റോൾ നമ്പർ കീവേഡ് വഴി അക്സെപ്റ്റ് ചെയ്ത് ID എന്ന് പറയുന്ന വേരിയബിളിൽ സേവ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ ക്ലാസ് എൻഡ് ചെയ്യുന്നു. ക്ലാസ് എൻഡ് ചെയ്യുമ്പോൾ കർലി ബ്രേസ് വെച്ച് ക്ലോസ് ചെയ്യുക. ദെൻ പുട്ട് സെമി കോളൻ. ദെൻ ക്ലാസ്സിനകത്ത് വരുന്ന എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ക്രിയേറ്റ് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് വെച്ച് മാത്രമേ ക്ലാസ്സിൽ വരുന്ന മെമ്പർ ഫങ്ഷൻസ് ആയാലും ഡേറ്റ മെമ്പേഴ്സ് ആയാലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. 2 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ക്ലാസ് നെയിം ദെൻ ഒബ്ജക്റ്റ് നെയിം കൊടുക്കുക. ഈ ഒരു എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് നെയിം എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ആണ്. സ്റ്റുഡൻറ്റ് സ്പേസ് ഒബ്ജക്റ്റ് നെയിം. ഞാനിവിടെ OBJ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് അവിടെ ക്ലാസ് എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട്, അതായത് സെമി കോളൻ ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒബ്ജക്റ്റ് നെയിം കൊടുക്കാം. ഇതേപോലെ സെമി കോളന് മുമ്പായിട്ട് OBJ എന്ന് നമുക്കിവിടെ എഴുതാം. ഓക്കെ, ഇപ്പോൾ 2 മെത്തേഡ്സ് ഉണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഇനി എങ്ങനെയാണ് ക്ലാസ്സിൽ വരുന്ന മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം നോക്കാം. സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഡേറ്റ മെമ്പേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു മെയിൻ ഫംഗ്ഷനുണ്ട്. മെയിൻ ഫംഗ്ഷനകത്ത് നിന്നാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്ലാസ് നെയിം ദാറ്റ് ഈസ് സ്റ്റുഡൻറ്റ് സ്പേസ് ഒബ്ജക്റ്റ് നെയിം. ഇവിടെ ഒബ്ജക്റ്റ് നെയിം എന്ന് പറയുന്നത് OBJ ആണ്. ഇപ്പോൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് മാത്രമേ മെമ്പേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റൂ. ക്ലാസ്സിനകത്ത് വരുന്ന മെമ്പേഴ്സിനെ അല്ലെങ്കിൽ എലമെൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഡേറ്റ എൻട്രി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ ആക്സസ് ചെയ്യുകയാണ്. OBJ ഡോട്ട് ഡേറ്റ എൻട്രി. ദെൻ നെയിമും റോൾ നമ്പറും വീണ്ടും പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആക്സസ് ചെയ്യാം. Cout നെയിം എന്ന് പ്രിൻറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നെയിം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് വരുന്ന ഡേറ്റ മെമ്പറാണ്. അതിന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു യൂസ് ദ ഒബ്ജക്റ്റ്. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് OBJ ആണ്. സോ OBJ ഡോട്ട് നെയിം, ദെൻ റോൾ നമ്പർ OBJ ഡോട്ട് ID. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ക്ലാസ്സിനകത്ത് വരുന്ന എലമെൻസിനെ എങ്ങനെ ആക്സസ് ചെയ്യാം. ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. 2 മെത്തേഡ്സ് ഉണ്ട്. എനിവേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഡോട്ട് മെമ്പർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡേറ്റ മെമ്പർ. ദെൻ എന്താണ് വിസിബിലിറ്റി മോഡ്സ് എന്ന് നോക്കാം. അതായത് അതിന് തന്നെ ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ആക്സസ് ലേബൽസ് എന്ന് പറയും, ഓർ വിസിബിലിറ്റി ലേബൽസ്. 3 വരാം: പബ്ലിക്, പ്രൈവറ്റ് ഓർ പ്രൊട്ടക്റ്റഡ്. ഇതിൽ പബ്ലിക്കും പ്രൈവറ്റും ഇപ്പോൾ പറയാം, പ്രൊട്ടക്റ്റഡ് പിന്നീടേ പറയുള്ളൂ. കാര്യം ഇൻഹെറിറ്റൻസ്, ചൈൽഡ് ക്ലാസ്സസ് നെക്സ്റ്റ് മോഡ്യൂൾസിലാണ് ആ കാര്യം പറയുക. അപ്പോൾ ഇവിടെ എന്താണ് പബ്ലിക്, എന്താണ് പ്രൈവറ്റ് എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ ഡേറ്റ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് പബ്ലിക്കായിട്ട് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
ആ ഒരു പ്രോഗ്രാമിൽ എവിടെ നിന്നുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, ആ ഒരു പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം. ദെൻ പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിനകത്ത് ഡേറ്റ മെമ്പേഴ്സ് പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ, പ്രൈവറ്റ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ്, ഡേറ്റ മെമ്പേഴ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്നത് വിത്തിൻ ദാറ്റ് ക്ലാസ്, ദാറ്റ് സ്പെസിഫൈഡ് ക്ലാസ് ഓൺലി. ആ ക്ലാസ്സിന് പുറത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, വ്യൂ ചെയ്യാൻ പോലും പറ്റത്തില്ല. അതാണ് പ്രൈവറ്റ് എന്ന് പറയുന്നത്. ദാറ്റ്സ് എ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. പ്രൊട്ടക്റ്റഡ് എന്താണെന്നുള്ളത് ജസ്റ്റ് പറയാം. പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് പ്രൈവറ്റ് പോലെ തന്നെയാണ്, പക്ഷേ ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലാസ്സിനകത്ത് മാത്രമാണ് അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, ഡേറ്റ മെമ്പേഴ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റഡ് ആക്കി കഴിഞ്ഞാൽ ഡിറൈവ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് എന്ന് പറയും. ചൈൽഡ് ക്ലാസ്സിൽ നിന്നുകൊണ്ടും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഡേറ്റ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ എന്താണ് ചൈൽഡ് ക്ലാസ് എന്നുള്ളത് വരുന്ന മോഡ്യൂൾസിൽ പറയും. ഓക്കെ, നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. കീവേഡ് ക്ലാസ്, ദെൻ ക്ലാസ് നെയിം. ഇവിടെ ഞാൻ സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുകയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ എൻഡ് ചെയ്യുമ്പോൾ കർലി ബ്രേസസ് വെച്ച് ക്ലോസ് ചെയ്യുക. ദെൻ സെമികോളൻ കൊടുക്കുക. ആക്സസ് സ്പെസിഫയർ ലേബൽ ഞാനിവിടെ പബ്ലിക് എന്ന് കൊടുക്കുകയാണ്. പബ്ലിക്. ദെൻ ഒരു വേരിയബിൾ കൊടുക്കുകയാണ്, ഇൻറ്റിജർ ടൈപ്പ്. വേരിയബിൾ നെയിം ഈസ് ID. ദെൻ അനദർ വൺ is string. വേരിയബിൾ നെയിം ഈസ് നെയിം തന്നെയാണ്. ഓക്കെ, ദെൻ ഈ ക്ലാസ് എന്ന് പറയുന്നത്, അതായത് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ 2 ഐറ്റംസ് ആണുള്ളത്, 2 വേരിയബിൾസ്. ഒരെണ്ണം ഇൻറ്റിജർ ടൈപ്പ് ID, അനദർ വൺ ഈസ് സ്ട്രിങ് ടൈപ്പ്. വേരിയബിൾ നെയിം എന്ന് പറയുന്നത് നെയിം എന്ന് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ക്ലാസ്സിന് പുറത്തു നിന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ക്രിയേറ്റ് ഒബ്ജക്റ്റ്. ഞാനിവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇൻറ്റ് മെയിൻ. ദെൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ക്ലാസ് നെയിം, അതായത് ഇവിടെ സ്റ്റുഡൻ്റ് എന്നാണ്. സ്റ്റുഡൻറ്റ് സ്പേസ് ഒബ്ജക്റ്റ് നെയിം. ഞാനിവിടെ ഒബ്ജക്റ്റ് നെയിം OBJ എന്ന് കൊടുക്കുകയാണ്. സോ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ഓഫ് ക്ലാസ് സ്റ്റുഡൻറ്റ്. ദെൻ ഈ ഒരു ഒബ്ജക്റ്റ് വെച്ച് ആ ക്ലാസ്സിനകത്ത് വരുന്ന എലമെൻറ്റ്സ് ആക്സസ് ചെയ്യാം. ഞാനിവിടെ ID ആക്സസ് ചെയ്യുകയാണ് യൂസിങ് ദ ഒബ്ജക്റ്റ്. സോ OBJ ഡോട്ട് ID. ഞാൻ നമ്പർ കൊടുക്കുകയാണ് 234. സോ ID നമ്പർ 234. ദെൻ നെയിം കൊടുക്കുകയാണ്. Again with the help of object OBJ dot name equal to a group of characters ആണ് string എന്ന് പറയുന്നത്. വിത്തിൻ ഡബിൾ കോട്ട്സ് നെയിം കൊടുക്കാം, റോയ്. എൻഡ് ചെയ്യുന്നു. ദെൻ ഇത് തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് cout OBJ dot ID, then provide some space, then print the name OBJ dot name, semicolon, then return 0. ഇത് കമ്പൈൽ ചെയ്ത് നോക്കാം. സീറോ എറേഴ്സ് ആൻഡ് 0 വാർണിങ്സ്. റൺ ചെയ്യാം. ഓക്കെ, അവിടെ ഐഡിയും നെയിമും പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് മനസ്സിലായത് ഒരു ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ്സിന് പുറത്ത് നിന്നുകൊണ്ട് ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് എലമെൻറ്റ്സ് ആക്സസ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് എലമെൻറ്റ് നെയിം കൊടുക്കണം. ഇപ്പോൾ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് മെമ്പർ ഫംഗ്ഷൻ നെയിം. ഓക്കെ, അങ്ങനെ കോൾ ചെയ്യാം. ഇനി ഞാനിവിടെ പബ്ലിക്കാണ് കൊടുത്തത്. അത് പ്രൈവറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഷോ എറർ. നമുക്ക് നോക്കാം. പ്രൈവറ്റ്. അപ്പോൾ പ്രൈവറ്റ് എലമെൻറ്റ്സ് ക്ലാസ്സിന് പുറത്തു നിന്നുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത്
within that class. അത് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഷോ എറർ. id അല്ലെങ്കിൽ നെയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൈവറ്റ്. ഓക്കെ, ദെൻ മറ്റൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. സർക്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്, ക്ലാസ് സർക്കിൾ. പബ്ലിക്കായിട്ട് തന്നെ കൊടുക്കുകയാണ്. ഒരു വേരിയബിൾ കൊടുക്കുകയാണ് int r. then ഒരു മെമ്പർ ഫംഗ്ഷൻ റേഡിയസ് യൂസറിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഗെറ്റ് റേഡിയസ് എന്ന് കൊടുക്കാം. ഞാനിവിടെ തന്നെ ഡിഫൈൻ ചെയ്യുകയാണ്. യൂസറിൻ്റെ അടുത്ത് ആസ്ക് ചെയ്യുകയാണ് എൻറ്റർ ദ റേഡിയസ്. then അത് അക്സെപ്റ്റ് ചെയ്യാണ്. cn ഇൻപുട്ട് ഓപ്പറേറ്റർ. ദെൻ ആർ എന്ന് പറയുന്ന വേരിയബിളിൽ അത് സേവ് ചെയ്യാണ്. ദെൻ ഒരു ഫംഗ്ഷൻ കൂടി ഡിഫൈൻ ചെയ്യുകയാണ്, ഏരിയ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ദെൻ അതിനകത്ത് ഞാൻ പ്രിൻ്റ് ചെയ്യാണ്. അവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും, അതേപോലെ പ്രിൻറ്റും ചെയ്യുന്നുണ്ട്. ഏരിയ ഈക്വൽ ടു എന്ന് കൊടുക്കുന്നു. ദെൻ അവിടെ തന്നെ കാൽക്കുലേഷൻ ചെയ്യുകയാണ്. പൈ ആർ സ്ക്വയർ എന്നാണ് 3.14, ആർ സ്ക്വയർ എന്നാണ്. ആർ മൾട്ടിപ്ലൈഡ് വിത്ത് ആർ അഗെയിൻ പൈ ആർ സ്ക്വയർ. ഓക്കെ, ദെൻ ഇത് ഞാൻ പുറത്തുനിന്ന് ആക്സസ് ചെയ്യാണ് ഫ്രം ദ മെയിൻ ഫംഗ്ഷൻ. സോ ഇൻറ്റ് മെയിൻ. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സോ ദ ക്ലാസ് നെയിം, ഇവിടെ ക്ലാസ് നെയിം എന്ന് പറയുന്നത് സർക്കിൾ സ്പേസ് വൺ ഒബ്ജക്റ്റ് നെയിം obj. ദെൻ ഇവിടെ രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ് റേഡിയസ്, ദ സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് ഏരിയ. ആദ്യം ഗെറ്റ് റേഡിയസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്യാം. അവിടെ നിന്നാണല്ലോ റേഡിയസ് എൻ്റർ ചെയ്യുന്നത്. സോ ഒബ്ജക്റ്റ് നെയിം, with the help of object name we can access this function obj dot get underscore radius. then area calculate ചെയ്ത് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യണം. again with the help of object obj dot area. then അവിടെ എൻഡ് ചെയ്യാണ്. return 0. കമ്പൈൽ ചെയ്യാം. 0 errors and 0 warnings. റൺ ചെയ്യാണ്. സോ എൻ്റർ ദ റേഡിയസ് ഞാൻ 5 എന്ന് കൊടുക്കുകയാണ്. സോ ഏരിയ ഈസ് ഈക്വൽ ടു 78.5. റേഡിയസ് ആർ എന്ന് പറയുന്നത് ഇവിടെ ഇൻറ്റീജർ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഫ്ലോട്ട് ആക്കാം. ഫ്ലോട്ട്. ഓക്കെ, ദെൻ രണ്ട് രീതിയിൽ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകിൽ ഫംഗ്ഷനകത്ത്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഫംഗ്ഷനകത്ത് ക്ലാസ് നെയിം ദെൻ ഒബ്ജക്റ്റ് നെയിം കൊടുക്കാം. ദെൻ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ക്ലാസ് എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട്, അതായത് സെമിക്കോളൻ എഴുതുന്നതിന് മുമ്പായിട്ട് ഒബ്ജക്റ്റ് നെയിം കൊടുക്കാം, obj. ഇങ്ങനെയും ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. രണ്ടും സെയിം തന്നെയാണ്. അഗെയിൻ ബിൽഡ് ചെയ്യാം. നോ എറേഴ്സ്. റൺ ചെയ്യാം. റേഡിയസ് ഫ്ലോട്ട് ടൈപ്പാണ് കൊടുത്തത്, അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കൊടുക്കാം 3.8. സോ യു വിൽ ഗെറ്റ് ദ റിസൾട്ട് 45.3416. ഓക്കെ ഓക്കെ ഈ ഒരു പ്രോഗ്രാം തന്നെ മറ്റൊരു രീതിയിൽ മോഡിഫൈ ചെയ്ത് എഴുതാം. ഇപ്പോൾ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, ഗെറ്റ് റേഡിയസ് ആൻഡ് ഏരിയ. രണ്ടും സർക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിന് പുറത്തു നിന്നും നമുക്കത് ഡിഫൈൻ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ആ ഒരു ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് ഞാൻ എഴുതുകയാണ്. ഇവിടെ ഡിക്ലെയർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഗെറ്റ് റേഡിയസ് സെമിക്കോളൻ
ഡിക്ലെയർ ചെയ്തു. മറ്റൊരു ഫംഗ്ഷൻ ഏരിയ അതും ഡിക്ലെയർ ചെയ്തു. then അത് പുറത്തു നിന്ന് നമുക്കത് ഡിഫൈൻ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ക്ലാസ്സിന് പുറത്ത്, സർക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിന് പുറത്ത് നിന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. ക്ലാസ് നെയിം കൊടുക്കുക, സർക്കിൾ, ദെൻ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ഡബിൾ കോൾ, അതാണ് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. ദെൻ ഫംഗ്ഷൻ നെയിം, ഇവിടെ ഗെറ്റ് റേഡിയസ് എന്നാണ്, ഗെറ്റ് റേഡിയസ്. ദെൻ നമുക്കത് ഡിഫൈൻ ചെയ്യാം. out, enter the radius, then cin r. then ഒരു ഫംഗ്ഷൻ കൂടി ഡിഫൈൻ ചെയ്യാനുണ്ട്, that is area, that is circle, ക്ലാസ് നെയിം കൊടുത്തു, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ഏരിയ, then ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഇവിടെ പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാൽക്കുലേഷനും പ്രിൻറ്റിങ്ങും സെയിം ലൈനിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ കാൽക്കുലേഷൻ ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ 3.14 ഇൻറ്റു ആർ മൾട്ടിപ്ലൈഡ് വിത്ത് ആർ again. ഓക്കെ, നേരത്തെ പറഞ്ഞ സെയിം പ്രോഗ്രാം തന്നെയാണ്. രണ്ട് ഫങ്ഷൻസും ക്ലാസ്സിന് പുറത്ത് ഡിഫൈൻ ചെയ്തതേ ഉള്ളൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ബിൽഡ് ചെയ്യുക. ദർ ഇസ് ആൻ എറർ. സോ ഇവിടെ സെമി കോളൻ ഇട്ടില്ല, സെമി കോളൻ ഇടുക. ദെൻ അഗെയിൻ ബിൽഡ് ചെയ്യുക. ഓക്കെ, 0 errors ആൻഡ് 0 warnings. റൺ ചെയ്യുകയാണ്. സോ അഗെയിൻ എൻ്റർ ദ റേഡിയസ് 7.9.